എന്തായാലും ഇന്ന് ലോകകപ്പിൽ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഐവറി കോസ്റ്റ്. അവർ ആദ്യമായി അങ്ങനെ നോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഈ ആഫ്രിക്കൻ രാജ്യം. ഐവറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ തന്നെ മനസ്സിലോർമ്മ വരുന്നത് ആ താരത്തെയാണ്, ദിദിയർ ദ്രോഗ്ബെ. ദിദിയർ ദ്രോഗ്ബയുടെ പിന്മുറക്കാർ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെ പേഴ്സണൽ ആഗ്രഹം. എന്തായാലും ആ റിപ്പോർട്ടിലേക്ക്. 2006, 2010, 2014 ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചതായിരുന്നു ഐവറി കോസ്റ്റിൻ്റെ യാത്ര. ഇതവർക്ക് ചരിത്ര നിമിഷം. നോക്കൌട്ടിലെത്തുന്ന മൂന്നാമത്തെ മാത്രം ആഫ്രിക്കൻ രാജ്യം. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി, കരുത്തരായ ഇക്വഡോർ, കന്നി ലോകകപ്പിനെത്തിയ കുറസാവോ ടീമുകളടങ്ങുന്ന ഗ്രൂപ്പ് ഇ. ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനെ അവസാന മിനിറ്റിലെ ഗോളിൽ തോൽപ്പിച്ച് തുടക്കം. ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരം ജർമ്മനിക്കെതിരെ. ആദ്യം ലീഡെടുത്തെങ്കിലും പകരക്കാരനായെത്തിയ ഡെന്നിസ് ഉണ്ടാവിൻ്റെ ഇരട്ട ഗോൾ പ്രഹരത്തിൽ വീണുപോയി. നിർണായകമായ മൂന്നാം മത്സരം ലോകകപ്പിലെ കന്നിക്കാരായി എത്തി ഇക്വഡോറിനെ സമനിലയിൽ പിടിച്ച ക്യൂറസാവോക്കെതിരെ. എന്നാൽ പെപ്പയുടെ ഡബിളിൽ നോക്കൌട്ടിലേക്കൊരു ഗ്രാൻഡ് മാർച്ചിങ്. അമദ് ദിയാലോ, നിക്കോളാസ് പെപ്പെ, ഫ്രാങ്കീസെ, സൈക്കോ ഫൊഫാന തുടങ്ങി യൂറോപ്പിലും സൗദി ലീഗിലുമെല്ലാം പയറ്റിത്തെളിഞ്ഞ ഒരു പിടി താരങ്ങളിലാണ് ഐവറി കോസ്റ്റിൻ്റെ പ്രതീക്ഷകൾ. ജൂൺ 30 നടക്കുന്ന നോക്കൌട്ട് മത്സരത്തിൽ ഗ്രൂപ്പ് ഐയിൽ നിന്ന് ഫ്രാൻസ് അല്ലെങ്കിൽ നോർവേ ആകും ഐവറി കോസ്റ്റിൻ്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.